ഞാൻ ഡോക്ടർ നയന, സൈക്യാട്രിസ്റ്റ് ആണ്. ജോലി സ്ഥലത്ത് മാനസികമായ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ജോലി സ്ഥലം എപ്പോഴും ഒരുപോലെ ആവണം എന്നില്ല. പല ദിവസങ്ങളും നമ്മൾ ആഗ്രഹിക്കാത്ത പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടതായിട്ട് തോന്നാം, ഫോക്കസ് നഷ്ടപ്പെട്ടതായിട്ട് തോന്നാം, ഇറിറ്റബിൾ ആയിട്ട്, അൺഅപ്രീഷിയേറ്റഡ് ആയിട്ട് തോന്നാം, വളരെ സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് തോന്നാം. അതുപോലെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനോ എനർജിയോ ഇല്ലാത്തതുപോലെ നമുക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇത് ദിവസങ്ങൾ, ആഴ്ചകൾ നീണ്ടു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി എ റെഡ് ഫ്ലാഗ് ദാറ്റ് സംതിങ് ഈസ് റോങ്. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും അതിന്റെ ലക്ഷണങ്ങൾ വളരെ പതുക്കെ ആയിരിക്കും തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അത് നോർമൽ ആണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അങ്ങനത്തെ ലക്ഷണങ്ങൾ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ അതിനെ ഇഗ്നോർ ചെയ്യുന്നത് കൊണ്ട് അവ ഇല്ലാണ്ടാവുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മറിച്ച് ദിവസങ്ങൾ കഴിയുന്തോറും അത് വേഴ്സ് ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. അത് നമ്മുടെ റിലേഷൻഷിപ്പിനെയും നമ്മുടെ ജോലിയെയും നമ്മുടെ ലൈഫിനെയും ഒക്കെ വളരെ മോശമായിട്ട് ബാധിക്കുവാനുള്ള സാധ്യതയുണ്ട്. മാനസികമായ ബുദ്ധിമുട്ടുകളുടെ ലക്ഷണങ്ങൾ ഇറ്റ് ക്യാൻ വേരി അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻസ്. ഓരോ അസുഖങ്ങൾക്കും ഓരോ ലക്ഷണങ്ങളായിരിക്കാം. പക്ഷേ ജനറലി പറയുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ തിങ്ക് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു, നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ എപ്പോഴാണ് ഡോക്ടറിന്റെ സഹായം തേടേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി പറയാൻ പോകുന്ന കുറച്ച് ലക്ഷണങ്ങൾ നമുക്കോ നമ്മുടെ കൂടെയുള്ളവർക്കോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക. ഒന്ന്, നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. രണ്ട്, നമ്മളുടെ ചിന്തകളിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഓർമ്മ ശരിയായിട്ട് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. മൂന്ന്, നമുക്ക് ഉറക്ക കൂടുതൽ അല്ലെങ്കിൽ കുറവ് അനുഭവപ്പെടുക, ഭക്ഷണം കഴിക്കുന്നത് കൂടുതലായിട്ട് അല്ലെങ്കിൽ കുറവായിട്ട് അനുഭവപ്പെടുക, മദ്യം അല്ലെങ്കിൽ മറ്റുള്ള സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. നാല്, മൂഡ് ചേഞ്ചസ്, നിരാശ, പ്രത്യാശ നഷ്ടമായിട്ടുള്ളതായിട്ട് അനുഭവപ്പെടുക, അതുപോലെ സൂയിസൈഡ് തോട്ട്സ് ഉണ്ടാവുന്നുണ്ട്, മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. അഞ്ച്, പണ്ട് സന്തോഷത്തോടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള സന്തോഷക്കുറവ് അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഹോബീസിൽ നിന്നൊക്കെ പിന്നോട്ട് മാറുക, ഫ്രണ്ട്ഷിപ്പിൽ നിന്ന്, സോഷ്യൽ ലൈഫിൽ നിന്നൊക്കെ നമ്മൾ പിന്നോട്ട് മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. ആറ്, നമുക്ക് അകാരണമായിട്ടുള്ള പേടി, നമ്മുടെ കൂടെയുള്ളവരെ അകാരണമായി പേടി അനുഭവപ്പെടുക അല്ലെങ്കിൽ അകാരണമായി സംശയം തോന്നുന്നുണ്ട്, നമ്മുടെ കൂടെയുള്ളവരോട് സംശയം തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. ഏഴ്, നമുക്ക് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഏക്സ് ആൻഡ് പെയിൻസ് ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. എട്ട്, നമ്മൾക്ക് ഇതുവരെ നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മളോ നമ്മുടെ കൂടെയുള്ളവരും. സോ ഈ ലക്ഷണങ്ങൾ എന്തെങ്കിലും നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്.